ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കറിയിൽ നമ്മൾ സവാള വഴറ്റിയിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, അതിന് പകരം ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അതുപോലെ തന്നെ ഈ ഒരു കറി നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയും കൂടെയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കറിയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാള റെഡിയാക്കി എടുക്കണം. ഞാനിതവിടെ 2 സവാള കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ സവാളയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കറി റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സെയിം ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഓരോ പീസായിട്ട് നേരെ ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ഒന്ന് 1/4 ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 3 എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ തക്കാളി 2 എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കറിയിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്കർ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കറി നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റാണ്, കാരണം നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസ്, അതുപോലെ നെയ്ച്ചോറ്, പൊറോട്ട എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.